ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടിങ്ങിൽ നമ്മൾ 4 പീസാണ് പാൻറ്റിനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പീസിലും നമ്മൾ താഴെ ഭാഗത്ത് ഇതേപോലെ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പോർഷനിൽ സ്ലിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കാലിൻ്റെ താഴെ ഭാഗം മടക്കി അടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ക്രോച്ചാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ക്രോച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്യുക. ഫ്രണ്ട് സെപ്പറേറ്റും ബാക്ക് സെപ്പറേറ്റും ആണ്. അപ്പോൾ രണ്ട് ഭാഗവും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത ശേഷം നമുക്കിനി ഫ്രണ്ടിലേക്ക് ഇതുപോലൊരു ബാൻഡ് വെച്ച് കൊടുക്കണം. ബാൻഡ് വെക്കാൻ വേണ്ടി 2.5 ഇഞ്ച് ഒരു പീസാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ബാൻഡാണ് വെക്കുന്നത്. ആ 1 ഇഞ്ച് ഇതുപോലെ ബാൻഡ് വെച്ച ശേഷം നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുക്കണം. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇനി അടുത്തത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷനിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2.5 ഇഞ്ചിൻ്റെ ആ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് പോർഷനാണ്. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുഴുവൻ വിഡ്ത്തിൻ്റെ ഹാഫാണ് കേട്ടോ ഇലാസ്റ്റിക് എടുക്കുന്നത്. ശേഷം രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. ആദ്യം ഒരു സൈഡ് ഇതുപോലെ അടിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് അടുത്ത സൈഡും ഇലാസ്റ്റിക് തിരിഞ്ഞു പോകാതെ തന്നെ ആ സൈഡ് പോർഷൻ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ഇതിൻ്റെ താഴെ ഭാഗത്ത് നിന്നും കാലിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചെറിയൊരു ഓപ്പണിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ താഴെ ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. നമുക്ക് മുകൾ ഭാഗം വരെ നമ്മൾ കൊടുത്തിട്ടുള്ള സെയിം വിഡ്ത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചാണ് കേട്ടോ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു 4 ഇഞ്ചിൽ തന്നെ മുകൾ ഭാഗം വരെയും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ മുകൾ ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക്കും അതുപോലെ ഫ്രണ്ടിൽ ബാൻഡും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഇതുപോലെ ഒരു സൈഡ് ഫുള്ളായും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ തന്നെ അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് താഴെ ഭാഗത്ത് ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബാൻഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു ബാൻഡിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ ബാക്ക് പോർഷനിലേക്ക് ചെല്ലുമ്പോൾ ഇലാസ്റ്റിക്കിൽ നമ്മൾ സ്റ്റിച്ചിങ് കൊള്ളാതെ നോക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നന്നായിട്ട് വലിഞ്ഞ് ഇലാസ്റ്റിക് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ നമ്മൾ ആദ്യം 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. ശേഷം ഇതുപോലെ മടക്കി വെച്ച ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻ ഇതുപോലെ ഉള്ളിലേക്ക് നീക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്